ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രഞ്ജിസ് പാഠശാല. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു മാറ്ററാണ് നമ്മൾ സംസാരിക്കുന്നത്, ചേഞ്ച്. ഇപ്പോൾ പല ആൾക്കാരും സംസാരിക്കുന്നത് വളരെ വലിയ മാറ്റങ്ങളാണ് പല ഇൻഡസ്ട്രിയിൽ വരുന്നത്, മാർക്കറ്റിൽ വരുന്നത്. നമ്മുടെ കൂട്ടത്തിലുള്ള ആസ് എൻ അഡ്വൈസർ, ആസ് എ കൺസൾട്ടൻറ്റ്, ആസ് എ ട്രെയിനർ ഞാൻ സംസാരിക്കുന്ന സമയത്ത് പല ആൾക്കാർ വെൽ എക്സ്പീരിയൻസ് ആയ ആൾക്കാർ വലിയ മാറ്റങ്ങളാണ് വരുന്നത്. ആ മാറ്റത്തിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കൺസേൺ ആണ്. അപ്പം ഞാൻ സംസാരിക്കുന്ന ചില ഡെവലപ്മെൻറ്റ് ഓഫീസേഴ്സ് ആയാലും മാനേജേഴ്സ് ആയാലും മറ്റ് ട്രെയിനേഴ്സ് ആയാലും ഏജൻസിന് ചെറിയൊരു സെറ്റ് ബാക്ക് വന്ന പോലെയാണ്. ചെറിയൊരു പെർസെൻറ്റേജിന് വലിയൊരു സെറ്റ് ബാക്കാണ് കാണുന്നത്. കാരണം അവർക്ക് മാറ്റം ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് ആണ്. നമ്മൾ മാറിയേ പറ്റുള്ളൂ. മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ്. ചേഞ്ച്. മാർക്കറ്റിൽ മാറ്റം വരും. ചേഞ്ച് യുവർ സെൽഫ്. നമുക്കൊരിക്കലും മാർക്കറ്റിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. നമുക്ക് മാർക്കറ്റിനനുസരിച്ചിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ്. 25-30 വർഷം ഈ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരുണ്ട്. അവരും പല മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അറ്റ് ദിസ് ടൈം നമ്മൾ പുതിയ ജെൻസീസിനൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് മാറുക എന്നുള്ളത്, പല ആൾക്കാരും പണ്ട് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അയവർക്കുക എന്നുള്ള സിറ്റുവേഷൻസിലാണ് ഉള്ളത്. പണ്ട് ഞാൻ നല്ലോണം ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പണ്ടത്തെ പോലെയല്ല ഇപ്പോഴത്തെ കാലത്ത് എന്നുള്ളതാണ്. പണ്ട് നിങ്ങളെ ബിസിനസ് ചെയ്തതിൽ നിങ്ങൾക്ക് അതിൻ്റെതായ ബെനിഫിറ്റ്സ് അന്ന് യു ആർ വെൽ അപ്രീഷിയേറ്റഡ് ബൈ ദ കമ്പനീസ് ആർ പേയിങ് ഓൺ യുവർ കറണ്ട് പെർഫോമൻസ്. കറണ്ട് സിനാരിയോൻ്റെ മുകളിലാണ് നമുക്ക് എന്തായാലും നമുക്കൊരു അതിൻ്റെ പ്രതിഫലം കിട്ടുന്നത്. പണ്ട് ഒരു 5 വർഷം മുമ്പ് 6 വർഷം മുമ്പ് നിങ്ങൾ നല്ലോണം ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടില്ല. അന്ന് നിങ്ങൾക്ക് കൈയ്യടി നേടിയതല്ലേ. അപ്പോൾ നമ്മൾ പണ്ട് ചെയ്ത കാര്യത്തിനെ ഓർത്തിട്ട് നമുക്ക് കാര്യമില്ല. ഇന്ന് പെർഫോം ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഔട്ട്ഡേറ്റ് ആയി പോകും. കാരണം നമ്മൾ പഴയ കാര്യങ്ങളിലേക്ക് പോയിട്ട് കാര്യമില്ല. കാരണം പഴയ പത്രങ്ങളാരും ഇപ്പോൾ വായിക്കില്ലല്ലോ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ചേഞ്ച് യുവർ സെൽഫ്. കാരണം നമ്മളെപ്പോഴും ടെക്നോളജി മാറുക എന്നുള്ളതല്ല, മാർക്കറ്റിനനുസരിച്ച് ചേഞ്ച് യുവർ സെൽഫ്. കാരണം നമ്മളെ ബോഡി ലാംഗ്വേജസും പ്രസൻറ്റേഷൻ സ്കില്ലും കൃത്യമായിട്ട് മാറാം. നമ്മളെല്ലാവരെയും ഒരു ധാരണ കൃത്യമായിട്ട് പ്രൊഡക്റ്റ് മാത്രം മതി, പ്രൊഡക്റ്റ് പഠിച്ചാൽ കൃത്യമായിട്ട് പ്രസൻറ്റേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. പ്രൊഡക്റ്റിനെക്കാട്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ സൊല്യൂഷനാണ്. വി ഷുഡ് ബി എ സൊല്യൂഷൻ പ്രൊവൈഡർ. കൃത്യമായിട്ട് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൺസൾട്ടൻ്റായി മാറുക എന്നുള്ളതാണ്. നമ്മുടെ മൈൻഡ് സെറ്റിൽ ഏജൻ്റ് എന്നുള്ള മൈൻഡ് സെറ്റ് മാറി കൃത്യമായിട്ട് ഒരു കൺസൾട്ടൻ്റ് മൂഡിലേക്ക് നമ്മൾ വരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളെ മുന്നിൽ നിന്ന് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് ഒരു കൺസൾട്ടൻ്റാണ്. പക്ഷെ നമ്മൾ അവരെ മുന്നിൽ ഒരു ഏജൻ്റായിട്ട് പ്രസൻറ്റ് ചെയ്താൽ നമുക്ക് ആ വിചാരിച്ച ഒരു ക്വാളിറ്റിയോ അല്ലെങ്കിൽ വിചാരിച്ച ഇൻഫ്ലുവൻസോ അവരിൽ ചെയ്യാൻ പറ്റില്ല. നമ്മൾ അവർക്ക് കൃത്യമായിട്ടൊരു ഡ്രീമാണ്, അവരെ ലൈഫ് പ്ലാനറായി മാറുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമുക്ക് ഇന്ന് സർവൈവ് ചെയ്യുകയാണെങ്കിൽ ചേഞ്ചസ് എസെൻഷ്യൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കാലത്തിനനുസരിച്ച് മാറാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റുക, നമ്മുടെ പഠിക്കുന്ന രീതികൾ മാറ്റുക, മെൻറ്റേഴ്സിനെ നമ്മൾ കൃത്യമായിട്ട് അതിനനുസരിച്ച് ചൂസ് ചെയ്യുക. ഇപ്പോൾ SF രഞ്ജിസ് പാഠശാല നമ്മുടെ ട്രെയിനിങ് പ്ലാറ്റ്ഫോമാണ്. കൃത്യമായിട്ട് നമ്മൾ പല DOസിൻ്റെ യൂണിറ്റ്സിലും അതല്ലെങ്കിൽ തന്നെ നമ്മൾ സ്വയം നമ്മൾ കൃത്യമായിട്ട് കുറേ ട്രെയിനിങ് സെഷൻസ് നടത്താറുണ്ട്. വൈ ഫ്രം മീ എന്നുള്ള വളരെ ഫാബുലസ് ആയ ഇൻട്രൊഡക്ടറി സെഷനാണ് നമ്മൾ ആദ്യം തന്നെ ഏജൻസിന് കൊടുക്കുക. അതിൽ എന്നിൽ നിന്നുള്ള വളരെ ഫാബുലസ് ആയ കാര്യങ്ങളാണ്. അതിൽ നമ്മൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, എങ്ങനെ അപ്രോച്ച് ചെയ്യണം, നമ്മുടെ പ്രിപ്പറേഷൻസ് എങ്ങനെയാണ്, എൻഡിൽ നമ്മൾ എങ്ങനെ കൃത്യമായ പ്രൊഡക്റ്റ് ഒരു സൊല്യൂഷൻ പ്രൊവൈഡറായിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യം കൂടി നമ്മൾ വളരെ ഫാബുലസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ സെഷൻ ഉണ്ടായത് മഞ്ചേരിയിലാണ്. ഡെഫിനറ്റ്ലി വിൽ ഗെറ്റ് ദ ഫീഡ്ബാക്ക് ഫ്രം ദ റിസൾട്ട്. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.